നമസ്കാരം. അപ്പം ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. ഒന്ന്, ഈ ബിസിനസ്സിലെ ആദ്യത്തെ ഇൻവെസ്റ്റർ നിങ്ങൾ തന്നെയാണ്. അതായത് നിങ്ങളുടെ സമയം, നിങ്ങളുടെ എനർജി, മേ ബി നിങ്ങളുടെ പൈസ ഇത്ര ഇട്ടിട്ടാണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്. രണ്ട്, ഐഡിയ ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കും. നമുക്ക് തന്നെ ഇങ്ങനെ നമ്മളെ കൊട്ടണമെന്നൊക്കെ തോന്നും. ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. പക്ഷേ അതിനു മുമ്പ് ഇതൊരു കസ്റ്റമർ പേ ചെയ്യാൻ വില്ലിങ് ആണോ, അയാൾക്ക് ഒരു റിയൽ പെയിൻ നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. മൂന്ന്, ക്യാഷ് ഫ്ലോ. നമുക്ക് ഇത് കുറച്ച് സെയിൽസ് ഒക്കെ ചെയ്തു, നമുക്ക് റവന്യൂവിൽ ഒരു നമ്പറൊക്കെ കിട്ടി. പക്ഷേ നമുക്ക് ഈ ക്യാഷ് കളക്റ്റായി കിട്ടുന്നത് മേ ബി 2 മാസം 3 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും. പല സ്റ്റാർട്ടപ്സിനും പറ്റുന്നൊരു ഇഷ്യൂ ആയത്. അപ്പോൾ ഇതിൻ്റെ ഫണ്ടിങ് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത്. 4, നമ്മൾ ഒരു ബിസിനസ് ആദ്യമായിട്ട് സെറ്റ് ചെയ്യുമ്പം ആദ്യം ഹയർ ചെയ്യുന്ന ഒരു കോർ ടീം ഉണ്ടല്ലോ, ഒരു 3-4 പേര്. ഈ 3-4 പേര് വിചാരിച്ചാൽ ഒന്നെങ്കിൽ ഈ ബിസിനസ് വളർത്താൻ പറ്റും, അല്ലെങ്കിൽ ഇത് അടച്ച് പെട്ടിയിലാക്കി തരാൻ പറ്റും. വരുന്ന ആൾക്കാർ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്തു തരാൻ കേപ്പബിലിറ്റി ഉള്ളവരാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഏറ്റവും മേജർ ഒരു പോയിന്റ്, മാർക്കറ്റിംഗ്. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പ്രോഡക്റ്റ് അടിപൊളിയാണ്, അല്ല നമ്മുടെ സർവീസ് അടിപൊളിയാണ്, പക്ഷേ നമ്മൾ കമാന്ന് ഒരു അക്ഷരം പുറത്തേക്ക് മിണ്ടുന്നില്ല. അപ്പോൾ നിർബന്ധമായിട്ടും മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾ നമ്മുടെ കോർ ടീമിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ പഠിക്കുക ഈ പ്രോഡക്റ്റിന് എങ്ങനെ ഒരു വിസിബിലിറ്റി ഉണ്ടാക്കി എടുക്കാം എന്നുള്ളത്. പിന്നെ ഏറ്റവും ഫൈനൽ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മുടെ മൈൻഡ് സെറ്റ്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് വളരെ പോസിറ്റീവാക്കി വെക്കുക. നമ്മളൊരു വിഷൻ കണ്ടിട്ടാണ് ഇറങ്ങിയത്, ആ ഡ്രീം ഇപ്പോഴും നമ്മൾക്കുണ്ട്, ആ ഡ്രീം ഇപ്പോഴും കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോവുക. ഇത്രയും കാര്യങ്ങൾ പുതിയതായിട്ടൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. താങ്ക് യു.